ഹായ് ഇറ്റ്സ് മീ ദൃശ്യ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ലൊരു അടിപൊളി ഫാൾ റോഡ് ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ. ഫാൾ ഫോളിയേജ് കാണാൻ വേണ്ടിയിട്ട് ന്യൂയോർക്കിലെ വാട്ട്കിൻസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ആക്ച്വലി ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടുള്ള സൗണ്ട് തീരെ ഉണ്ടായില്ല, നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഉള്ള സൗണ്ടിൽ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയാണ്. അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫോളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. So, welcome to our new video. ഞങ്ങൾക്ക് ആക്ച്വലി ഈ വാട്ട്കിൻസ് ഗ്ലെനിലേക്ക് ഒരു 4.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. രാവിലെ ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ രാവിലെ തന്നെ ഇതാ നല്ല വ്യൂവും കണ്ടുകൊണ്ട് ട്രാവൽ ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ന്യൂജേഴ്സി ഭാഗത്തിൽ ഇതുപോലെ ചെറുതായിട്ട് കളേഴ്സ് മാറി തുടങ്ങുന്നതേ ഉള്ളേ. ന്യൂജേഴ്സിയിൽ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് ഫാൾസ് എത്തുക. അങ്ങനെ ഒരു 2.5 മണിക്കൂറോളം ഡ്രൈവ് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ നമുക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത് കണ്ട ഒരു വേഫിൾ ഹൗസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു കോഫിയും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ച് ടമ്മി ഫുള്ളാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. നല്ല തൊണ്ടവേദന തോന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് അടിക്കാൻ കയറിയപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഹോൾസ് വാങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടത്. വേണമെങ്കിൽ ഇവിടെ വെച്ചേ ഒരു സ്ട്രപ്സ് ചെയ്ത് തിന്നിട്ടാ ഹോൾസ്. തൊണ്ട വേദന എടുക്കുന്നു. ഹോൾസ് വേണോ നല്ല സുഖമുണ്ട് തൊണ്ടക്ക്. പോവാം.
സാധാരണയായിട്ട് ന്യൂയോർക്ക് അപ്സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ന്യൂജേഴ്സിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇടയിലൊന്ന് പെൻസിൽവേനിയ കയറും, പിന്നെ അവിടുന്ന് വീണ്ടും ന്യൂജേഴ്സിയിലേക്ക് കയറും, പിന്നെ ന്യൂയോർക്ക് കയറും. അങ്ങനെ മാറി മാറിയിട്ടാണ് നമ്മൾ ന്യൂയോർക്ക് അപ്സ്റ്റേറ്റിലേക്ക് എത്തുക. അപ്പോൾ പെൻസിൽവേനിയയിലൊക്കെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല കളറായിട്ടുണ്ടായിരുന്നു ട്രീസിൻ്റെ ലീവ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ന്യൂയോർക്കിൽ എത്തിയപ്പോഴാണ് കുറച്ചുകൂടെ കളറൊക്കെ കുറവാണ്. സാധാരണ ഈ ഒരു ഭാഗത്ത് പീക്ക് ടൈമാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടിട്ടുണ്ടായത് ഇത്തവണ ഫോൾസ് എല്ലായിടത്തും കുറവാണെന്നാണ് കണ്ടേട്ടോ. കാരണം ഇത്തവണ അധികം മഴയൊന്നും കിട്ടാത്തത് കാരണം വലിയ ഡ്രോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പോലും. അങ്ങനെ ഈ ഒരു മൊത്തത്തിലുണ്ടായ ഈ ഒരു വരൾച്ച ഇപ്രാവശ്യത്തെ ഫോളിനെ അതുപോലെ അങ്ങ് ബാധിച്ചിട്ടുണ്ടെന്നാണ് കുറേ ആർട്ടിക്കിൾസിലൊക്കെ പറയുന്നുണ്ടായത് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ വാട്കിൻസ് ഗ്ലെനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് എത്തി. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. സമയം ഇപ്പം 3 മണിയാവാനായി, 2:50. അപ്പോൾ കഴിച്ചിട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു 1-2 മണിക്കൂർ പോകുമല്ലോ. അപ്പോൾ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചാൽ നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നടക്കാം. നോക്കട്ടെ. ഈ വാട്കിൻസ് ഗ്ലെൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ട്രെക്കിംഗ് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടെ 1-2 പ്രാവശ്യം മുന്നേ പോയിട്ടുണ്ട്. ഞങ്ങളിത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വഴി ഉണ്ടല്ലോ, ആക്ച്വലി നല്ല വ്യൂ ഉള്ള നല്ല ആ ഒരു വഴി, ആ ഒരു ട്രെയിൽ ക്ലോസ്ഡ് ആയിരുന്നു. എന്തോ ആക്സിഡൻ്റ് അവിടെ പറ്റിയത് കാരണം കുറച്ചായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് വേറൊരു വഴിയാണ് ഞങ്ങൾ കയറി പോയിട്ടുണ്ടായത്. അപ്പോൾ ഏട്ടൻ പറയായിരുന്നു ആ വഴിയാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി, നമുക്ക് വാട്ടർഫോളിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നടന്നു പോകാനുള്ള വഴിയുണ്ട്, അതൊക്കെയാണ് കാണാൻ ഭംഗി എന്നുള്ളത്. അപ്പോൾ അറിയില്ല, ഞങ്ങൾക്കിത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്ക് ഏതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ വിചാരിച്ചത്ര ഫോൾ അവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും ആ ഒരു പ്രകൃതി ഉണ്ടാക്കിയ ആ ഒരു ഭംഗി കാണാൻ അടിപൊളിയായിരുന്നു. ആ ഒരു പ്രകൃതിൻ്റെ ഓരോരോ അത്ഭുതങ്ങളെന്ന് പറയില്ലേ, ഒരുപാട് വെള്ളം പോയി ഉണ്ടായ ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ഫോൾ കളേഴ്സ് അത്യാവശ്യം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം അവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ചളിയായിരുന്നു, നടക്കുന്ന വഴികളിലൊക്കെ ചളിയായിരുന്നു. പിന്നെ ആ പൊതുവെ ഇവിടെ മഴ വന്നു കഴിഞ്ഞാൽ അത് ഫോൾ കളേഴ്സിനെയും അതുപോലെ തന്നെ ഇലകൾ വീഴുന്നതിനും ഒക്കെ അത് ബാധിക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് മഴ വന്നതിൻ്റെ ഒരു ഇത് അവിടെ കാണാനുണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു പോക്കും അങ്ങനെ വീണ് കിടക്കുന്ന ആ ഒരു ഫോൾ ഇലകളും ഒക്കെ കാണാൻ എന്തൊരു അടിപൊളിയായിരുന്നു പറയാം. നല്ല രസമായിരുന്നു കാണാനായിട്ട്. കാലം വെള്ളം ഒഴുകി ഉണ്ടായ ഷേപ്പ്. നൈസ്.
നല്ല ചളി വെള്ളം. പാൻസെല്ലാം മടക്കി വെച്ച്. ഇഷ്യൂ ഫുള്ള് നോക്ക്. ഇഷ്യൂ ഷൂസിനും പാൻസിനും കംപ്ലീറ്റ് ചളിയാക്കി. വീട്ടിലാ പോണ്ടേ? Yes. അങ്ങനെ വാട്കിൻസ് ഗ്ലെനിലെ എല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷം ഞങ്ങൾ ഇനി താഴോട്ട് തിരിച്ച് നടക്കുകയാണ്. ഇനി ഇതേ വഴി കാണിച്ച് നിങ്ങളെ വീണ്ടും ബോറടിപ്പിക്കുന്നില്ല, കാരണം ഇതേ വഴിയിലൂടെയാണ് ഞങ്ങൾ താഴോട്ടും പോകുന്നത്. അപ്പോൾ നമുക്കിനി റൂമിലെത്തിയിട്ട് കാണാം, കാരണം ഞാനും അത്യാവശ്യം നല്ല ടയേർഡാണ്. ആക്ച്വലി ഞങ്ങളുടെ പ്ലാനിൽ വാട്കിൻസ് ഗ്ലെൻ കഴിഞ്ഞിട്ട് ഇത്താക്കയിൽ പോകാനും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്താക്ക അങ്ങ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ലേക്ക് സൈഡിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടായി. പക്ഷെ അവിടെ ആണെന്നുണ്ടെങ്കിൽ എന്തോ പാർട്ടി നടക്കുന്നത് കാരണം പാർക്കിംഗ് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോയി കേട്ടോ. നമ്മള് റൂമിലെത്തി. Oh, look at this. Welcome, Jason. Okay. നല്ല വ്യൂ എല്ലാം ഉണ്ട് കേട്ടോ പുറത്തേക്ക്. ഇതാണ് റൂം. ഇതാണ് റൂം. കയറി വരുമ്പോൾ തന്നെ ഈ ഒരു സൈഡിൽ വാഷ്റൂം. യെസ്, വരുന്നു ആവേ. ഷവർ ഏരിയ അവിടെ. ഇതാണ് വാഷ്റൂം. പിന്നെ ഇതൊരു വലിയ മിററുണ്ട്.
ഫുള്ളായിട്ട് കാണാം. ആൻഡ് ദ റൂം, ഇവിടെ ഒരു കൗച്ചുണ്ട്, ബെഡ്, പിന്നെ ടി വി, ചെറിയൊരു ടേബിൾ, പിന്നെ എന്തായാലേ കോഫി മേക്കർ ഉണ്ട്. യെസ്, കോഫി മേക്കറും കപ്പും അതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കൈ നോക്കണം. ഇറ്റ്സ് എ ഫ്രിഡ്ജ്, ക്ലോസറ്റ്, ഒരു മൈക്രോവേവ്. തുറക്കണ്ട, കൈ നോക്കണേ. യെസ്, മൈക്രോവേവ് ഉണ്ട്. ഇതാണ് റൂം. നല്ല ടയർഡാണ്, ഫോണിൽ ചാർജും ഇല്ല, സൗണ്ടും ഇല്ല. സോ നമുക്കിനി ചാർജിനെല്ലാം വെച്ച് സൗണ്ട് പോയി നമുക്ക് നല്ല വീഡിയോ എടുക്കാം. ബാക്കി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴോട്ട് പോവാൻ കേട്ടോ. സൗണ്ട് എന്നും അധികം ശരിയൊന്നും ആയിട്ടില്ല, എന്നാലും നല്ല സൗണ്ട് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിങ് ഗ്ലാസ് മ്യൂസിയത്തിലേക്കായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഇല്ലേന്ന് നോക്കട്ടെ കേട്ടോ. ഹാലോവിൻ ഡെക്കേഴ്സ് എല്ലാം വെച്ചിട്ട് എന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു, പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ റൂം ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാം, നല്ല ക്ലീൻ ചെയ്ത് ഇറങ്ങാൻ പോവാം. Next stop, sure. You can stick it here. One for you. And one Thank you. for me. That's for you. And is sitting at about 2,050 degrees. So it's so hot that that glass kind of moves and runs like honey. So watch how quickly Katie has to wind up this
honey-like glass on the end of her pipe. She's reaching down into the material. She turns, winds it up on the end, and right out of the furnace, Katie's turning just to keep that glass on the end of the blowpipe and not have it be slipping and falling towards the floor, which it could certainly do. It could fall right off. So Katie will shape it up and cool it down a little bit, first by using this wet wooden tool that's called the block. Now the block is called a block because it's carved from a block of wood, and specifically fruit wood. Fruit wood has a tight grain structure and it burns out very evenly, but that tool actually doesn't burn out very much at all. So we can go into one of these optic molds down here on the floor. Now these molds are made from cast bronze and cast aluminum, and they're how you add texture to the surface of the piece. So something like this tall base here, this short bowl here, were all made out of different optic molds that we see down here on the floor. And what I love the most about these optic molds is that from here, Katie can make a number of different things. She can make a bowl, she can make a pumpkin, and she has a lot of decisions to make in order to turn it into that object. 21, when we wanted to do demonstrations, but also had our masks on. Now Katie is making for us this beautiful bottle shape. She's stretched and elongated the neck with the jacks first. And this step here is called the jack line in that tool. And it is one of the trickier tools we use because a lot of different things can go wrong. But they'll work together to make sure that that's got a nice flat spot to stand on. And in just this side you have access to. Now, in order to switch which side we have access to, you're going to need a handle that will hold on to the bottom of this piece for the rest of the process. And that handle is called a putty, and that's what Catherine is working on right here. She takes a small amount of glass, winds it up, and then shakes it on this steel table here. She cools it down. Step is also the longest step, where you go from cold enough for that glass to crack and break, and then you get it nice and hot and stretchy again. And I realize I haven't told you my name. Hi, my name is Claire. This step here tends to be the longest step of the process, which also makes it a good time for me to answer any questions. So how are we feeling out there, folks? Are there any questions I can answer for you yet? Do you have one here? And just pull those handles down just a little bit. But watch this, Katie's actually cutting directly through the glass. And isn't that such an interesting quality of the material that when it's under just the right temperature, you can cut right through it? And she's done so for a couple reasons. One is the top tends to be a little bit thicker when it goes right towards the blowpipe. Another one is that when you go in for that jack line, sometimes you smooth out those little ribs that you get from the mold, and Katie wants them to go all the way to the top. Now they smooth over that connection, and Catherine brings it over here to our annealer. And our annealer is sitting at 960 degrees. And 960 degrees is a good temperature to keep this piece at. Because at 960 degrees, it's hot enough that it എല്ലാം ഗ്ലാസ് വെച്ചുണ്ടാക്കിയ സാധനങ്ങൾ അത്ര അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കി നോക്കിയിട്ട് റിഫ്ലക്ഷൻ അടിച്ചിട്ട് ശരിക്കും കാണുന്നില്ല. നൈസ്.
മേലെ എൻ്റെ വലിപ്പം കാണിച്ചു തരാം.
It's very big. Look at this. Big one. Push. Look at this. Glass is bending. Oh. Broken glass. Step on this glass floor. You are 11 feet in the air. I'll show you one thing. In the air. അമ്മ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഗ്ലാസ് അപ്പുറം നിൽക്കുന്ന ആൾക്കാർ കാണും. This പ്രസാദം. Oh, good. And this is low E glass. ഞാൻ തല തിരിഞ്ഞിച്ച. എന്നേ നല്ല വോയിസിൽ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാടാ. നമ്മൾ എത്ര ഡിസ്റ്റൻസിലിരിക്കുന്ന അറിയോ? നമ്മുടെ നാട്ടില് കാടി എന്ന് പറയുന്ന സാധനം. നോവാവേ. എന്നെ എടുത്തരുവോ? നല്ല കാറ്റ്. അപ്പോൾ നമ്മൾ മ്യൂസിയം എല്ലാം കണ്ട് പുറത്തിറങ്ങി ലഞ്ചും കഴിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ ചെറിയൊരു കഫറ്റേറിയ മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഭക്ഷണവും കഴിച്ചു ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ്. ഒരു 4-4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ ഇനി വേറെ പ്ലാനൊന്നുമില്ല. ഇനി പോകുന്ന വഴിക്ക് നല്ല വല്ല കാഴ്ചകളും കണ്ടു കഴിഞ്ഞാൽ കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോ വീണ്ടും അടുത്ത് തന്നെ കാണാം. സൗണ്ട് ഇല്ല, നല്ല കാറ്റുണ്ട്. ഒച്ചപ്പാടിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അഗൈൻ പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത് തന്നെ കാണാം. ബൈ, ഹാവ് എ ഗുഡ് ഡേ.